ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റിയാണ് ചിഞ്ചു. എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥ. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ. ഒന്ന് പോടാ കൊച്ചനെ, കളരി പലതും കണ്ടവനായി വെണ്ടർ വേറെ വല്ല നമ്പർ കൊണ്ട് ഇറക്കി വിട്. 2.5 ലക്ഷം രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറന്റില്? എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസ ആവില്ല. മൃണാല് ലൈഫിൽ ആദ്യം ആലോചിക്കേണ്ടത് അറിയോ, താൻ ചെയ്തു വെച്ച കാര്യങ്ങളും താൻ വന്ന വഴിക്ക് താൻ എന്തൊക്കെ കാണിച്ചു എന്നുള്ളതിനെ കുറിച്ചൊരു മിനിമം ബോധവും ബുദ്ധിയും എനിക്ക് വേണം. ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യമായത്. ഒരാൾക്ക് റിവ്യൂ ചെയ്ത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പേരുടെ അരി മുടക്കുന്നത്. ഒരാൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് പണ്ട് പാവങ്ങളുടെ കടയിൽ കയറിയിട്ട് അവിറ്റങ്ങളെ വയറ്റത്തടിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. പാരമ്പര്യം ഇതാണ് അടുത്ത ദുഷിപ്പ്. എന്തെങ്കിലും പറഞ്ഞു പാരമ്പര്യം. എന്ത് പാരമ്പര്യം മൃണാലെ? അല്ല ഞാൻ താനൊരു അപ്പർ ക്ലാസ്, ഒരു ഭയങ്കര ആഢ്യത്വമുള്ള ഒരാള്, നമ്മളൊക്കെ മറ്റേത് അല്ലേ? എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ഞാൻ മൃണാലിനോട് 100% വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ മൃണാലിനെതിരെ വീഡിയോ, അല്ലെങ്കിൽ എതിരെ എന്ന് പറയണ്ട, എന്റെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞ് ചെയ്ത വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ തോട്ട് പ്രോസസ്. എനിക്ക് കണ്ടപ്പോൾ തോന്നി പറയാൻ ഞാൻ വളരെ മാന്യമായിട്ട് അത് പറഞ്ഞിട്ട് പോയി എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ല. തന്നെ കുറിച്ച് വന്ന മെസ്സേജ്, തൻ്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ പലരും അവിടുന്ന് പോകുന്നത് തന്നോട് ചോദ്യങ്ങൾ ചോദിച്ച് തനിക്ക് ഉത്തരവില്ലാതെ പിന്നാലെ നടന്ന് ലാസ്റ്റ് താനത് പൈസ മെയിലിന്റെ മുകളിൽ മെയിൽ അയച്ചും പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമാണ് താൻ പൈസ തിരിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ അപ്പോഴാ പറഞ്ഞല്ലേ. ഇപ്പൊ എങ്ങനെ? അവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ആദ്യം മുതൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതൊന്നും ഇവിടെ ഒന്ന് വിളമ്പിയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് എന്തിന്? എന്റെ ചായക്കടയ്ക്ക് ഷെഡ് അടിച്ചവന് പൈസ കൊടുക്കാൻ വൈകിട്ട് അയാൾ വരെ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. ലാസ്റ്റ് ഞാൻ വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്നു. അതിന്റെ വോയിസും സാധനമൊക്കെ എന്റെ കിടക്കുന്നു. ഞാൻ ഇന്നേ വരെ ആ സാധനത്തിക്കൊന്നും ഞാൻ പോയിട്ടില്ല, തൊട്ടിട്ട് അത് എന്റെ മാന്യത. ചെട്ടി ചതിച്ചാ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നാ പഴമൊഴി. ഒരു വേൾഡ് വാർ കഴിഞ്ഞ പോലെ